ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡെലീഷ്യസ് ഐറ്റം ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ സ്വന്തം ചക്കയപ്പം. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി തിരുകി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തതിന് ശേഷം കാണണേ. അപ്പോൾ നമ്മൾ ആ മിക്സിലോട്ട് നമ്മുടെ വീണ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല തരിപ്പുട്ടിൻ്റെത്, നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ ചക്കയപ്പം. അങ്ങനെ ഇനി ഈ മിക്സുകളെല്ലാം കൂടി, അതായത് മിക്സല്ല, ഈ കൂട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ ചക്കയപ്പത്തിൻ്റെ ബാറ്റർ ശരിയാവുള്ളൂ. പിന്നെ ഇതിലോട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും ആഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നല്ലപോലെ എല്ലായിടത്തും ഒരേ പരുവത്തിലാവണം. എന്നാലേ നമുക്ക് ആ ഒരു ചക്കയപ്പത്തിൻ്റെ ബാറ്റർ സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ വട്ടത്താമര ഇലയിലോട്ട് മാറ്റാം. അപ്പോൾ വാഴ ഇലയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, തെരളി ഇലയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ നോർമലി ചക്കയപ്പം വട്ടത്താമര ഇലയിലാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ അതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചക്കയപ്പം ഓരോ വട്ടത്താമര ഇലയിലായിട്ട് ചക്കയപ്പത്തിൻ്റെ ബാറ്റർ ഇങ്ങനെ വെച്ച് അത് മടക്കി നമ്മളെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, അതിനകത്താണ് ആവി കയറ്റാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയപ്പം എല്ലാം ഇലയിൽ മടക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആവി കയറട്ടെ. അപ്പോൾ ഇനി നമ്മൾ തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. തുറക്കുമ്പോൾ ഒരു മണം വരും. അത് വെന്ത് വരുമ്പോൾ ആ ചക്കയപ്പത്തിൻ്റെ ഒരു മണം, അതിൻ്റെ സന്തോഷമാണ് ഗൈസ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ചക്കയപ്പം പോയി കഴിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.